Welcome back to Coding is an Art. My name is Ashna Paul. Today we are going to discuss about Angular. നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആകട്ടെ ഹെൽത്ത് കെയർ ആകട്ടെ ഓൺലൈൻ ബാങ്കിങ് ആകട്ടെ വി നോ ദാറ്റ് വി ആർ യൂസിങ് ഇറ്റ് വിത്ത് very convenience. It is very much helping us to do our day-to-day lives. ഇങ്ങനത്തെ സീംലെസ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ആപ്പുകൾ, ഈ വെബുകൾ, ഈ വെബ് സർവീസുകൾ എങ്ങനെയാണ് ഇത്രയും യൂസർ ഫ്രണ്ട്ലി ആകുന്നത്? So it is using a widely used framework. That is the credit. The part of the credit goes to widely used framework like Angular. So let's get to know Angular better. Angular ഒരു ഓപ്പൺ സോഴ്സ് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് ആണ്. അത് എഴുതിയിരിക്കുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റിലാണ്. ഗൂഗിൾ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ആംഗുലാർ ഡെവലപ്പ് ചെയ്തത്. വൈ ഇറ്റ് ഈസ് കോൾഡ് ഫ്രെയിംവർക്ക് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആക്ച്വലി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഗുണം അത് നമുക്ക് റീബിൽഡ് ചെയ്യണ്ട കോഡ് ഫ്രം സ്ക്രാച്ച്. ഡെവലപ്പേഴ്സിന് ഒരു കൺസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. സോ they don't have to keep rebuilding code from scratch. So framework time servers ആണ് that offer developers a host of extra features that can be added to software without requiring extra effort. അപ്പം ഫ്രെയിംവർക്ക് ഉള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചുമ്മാ നമുക്ക് ആവശ്യത്തിന് മാറ്റം വരുത്തിയാൽ മതിയല്ലോ. ഇപ്പൊ ഇതിങ്ങനെ ഫ്രെയിംവർക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ആഷ്ന നമ്മളിവിടെ ഹലോ ഫ്രം ആഷ്ന എന്ന് കൊടുക്കാതെ ഹലോ ഫ്രം ആംഗുലർ എന്ന് മാത്രം മാറ്റിയാൽ മതി. അപ്പം നമുക്ക് ഡേറ്റ മാത്രം മാറ്റിയാൽ മതി. അങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ജാവാസ്ക്രിപ്റ്റ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന HTML ലാണ് എഴുതിയിരിക്കുന്നത്. It is written into HTML documents to enable interactions with web pages in many unique ways. As we all know, HTML is relatively easy to learn language with the pervasive support. Actually, മോഡേൺ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണിത്. HTML ഈസി ആയിട്ട് ലേൺ ചെയ്യാം. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനും അതിന്റെ ടെസ്റ്റിങ്ങിനൊന്നും അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഫ്രണ്ട് ആൻഡ് വെബ് ഡെവലപ്മെന്റ് വേണ്ടി ആംഗുലർ ഉപയോഗിക്കുന്നത്, ആംഗുലർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. Angular addresses many, if not all, of the issues developers face when using JavaScript on its own. ആംഗുലറിനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് പറയാം. ഒന്നാമത് പറയാനുള്ളത് ആംഗുലർ വേർഷൻസ് ആണ്. എല്ലാവരും തുടക്കം തൊട്ടേ ഡൗട്ട് ഉള്ള കാര്യമാണ് ഈ ആംഗുലറും ആംഗുലർ JS തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Okay, Angular is the catch-all term of the various framework versions. എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആംഗുലർ ഡെവലപ്പ് ചെയ്ത് 2009 2009 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഒത്തിരി ഐറ്ററേഷൻസ് നടന്നു കാണും. ആദ്യം ഈ ആംഗുലറിനെ നമ്മൾ ഒറിജിനലി അതിനെ ആംഗുലർ 1 എന്നാണ് വിളിച്ചത്. അത് ഫസ്റ്റ് വേർഷൻ. അതിനുശേഷം ഈ ആംഗുലർ 1 ആണ് ആംഗുലർ JS. ഏറ്റവും ബേസിക്, ഏറ്റവും ഓൾഡസ്റ്റ് ആണ് ആംഗുലർ JS. ഓക്കെ, അപ്പൊ അത് വേർഷൻ ആണ് ആംഗുലറിന്റെ. പിന്നീട് ആംഗുലർ 2 വന്നു, 3 വന്നു, 4 വന്നു, 5 വന്നു. ഫൈനലി കറന്റ് വേർഷൻ ആംഗുലർ 11 ആണ്. ഓക്കെ, അപ്പൊ ഓരോ ആംഗുലർ വേർഷൻ കഴിയുന്തോറും അതിന്റെ ബഗ്സ് ഒക്കെ ഫിക്സ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കൂടുതലും ഇംപ്രൂവ്ഡ് വൺസ് ആണല്ല, കോംപ്ലക്സിറ്റി ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വേർഷൻ വ്യത്യാസമാണ് ആംഗുലർ JS തമ്മിലുള്ള വ്യത്യാസം. ചിലവർ ചോദിക്കാറുണ്ട് എന്താണ് ആംഗുലർ JS തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലർ എന്ന് പറയുന്നത്
എല്ലാ ടേമും കൂടി ഒരുമിച്ച് പറയുന്നതാണ്. പക്ഷെ ആംഗുലാറിന്റെ ഫസ്റ്റ് വേർഷനെയാണ് ആംഗുലാർ JS എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് ആംഗുലാർ. ഒന്നാമത്തെ ഫീച്ചേഴ്സ് അതിന്റെ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നുള്ളതാണ്. എന്താണ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ? അതെല്ലാം അത് ഈ XML അല്ലെങ്കിൽ HTML ഡോക്യുമെന്റിനെ ഒരു ട്രീ പോലെയാണ് കാണുന്നത്, ട്രീ സ്ട്രക്ചർ. അപ്പൊ ഒരു റെഗുലർ ഡോം തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം ഹെഡിങ്ങിൽ ഒരു ഡോക്യുമെന്റിന് കുറെ റൂട്ട് എലമെന്റ് ഉണ്ടാകും. അതാണ് HTML. ആ റൂട്ട് എലമെന്റിനകത്ത് എലമെന്റ്സ് ഉണ്ടാകും. എലമെന്റ് എന്ന് പറയുമ്പോൾ ഹെഡും അതിൻ്റെ അകത്ത് ബോഡി ഉണ്ടാകും. ഹെഡിനകത്ത് ടൈറ്റിൽ ഉണ്ടാകും. അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. ഇനി എലമെന്റ് ബോഡിക്കകത്ത് അട്രിബ്യൂട്ട്സ് ഉണ്ടാകും, അടുത്ത എലമെന്റ്സ് ആയിട്ടുള്ളത് ഉണ്ടാകും, പിന്നെ ടെക്സ്റ്റ് ഉണ്ടാകും. എനിവേ, instead of updating the one that were already updated, Angular will update entire tree structure of HTML tags. അപ്പൊ ഒരു ട്രീ സ്ട്രക്ചർ ആണ്, ഡോം ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ വാട്ട് ഈസ് ടൈപ്പ് സ്ക്രിപ്റ്റ്. ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഫൈൻസ് എ സെറ്റ് ഓഫ് ടൈപ്സ് ടു ജാവാസ്ക്രിപ്റ്റ്. ഒരു അങ്ങനെ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ യൂസേഴ്സിന് കുറച്ചുകൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന കോഡ് എഴുതാൻ ടൈപ്പ് സ്ക്രിപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. ദാറ്റ്സ് ഓൾ, താങ്ക് യു പറയാറായില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മളിപ്പം എന്താ പറയാ, ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ടൈപ്പുകളാണ് ജാവാസ്ക്രിപ്റ്റിന് കൊടുക്കുന്നത്. അത് യൂസേഴ്സിന് ഒരു കോഡ് എഴുതുമ്പോൾ അത് ദാറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ബേസിക് ആയിട്ടുള്ള ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഗുണം. ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ഇനി ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൽസറി ആണ് ഒരു ആംഗുലാർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്നില്ല. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. എന്നാലും അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. കാരണം അത് നല്ലൊരു സിൻടാക്റ്റിക് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണത്, അത് കോഡിന്റെ ബേസിനെ കുറച്ചും കൂടി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ആക്കി മാറ്റുന്നു. അപ്പൊ നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് npm പാക്കേജ് വഴി ഇൻസ്റ്റാൾ ചെയ്യാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ npm install -g TypeScript എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുവരും, അത് ഇൻസ്റ്റാൾ ചെയ്തോളും. npm install -g TypeScript, npm install -g TypeScript. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫീച്ചർ ഡേറ്റ ബൈൻഡിംഗ് ആണ്. ഡേറ്റ ബൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ബൈൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a process that enables users to manipulate web page elements through web browser. വെബ് ബ്രൗസർ ഉപയോഗിച്ച് എലമെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഈ നമുക്ക് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഡാറ്റ ബൈൻഡിങ് എവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇന്ററാക്റ്റീവ് കമ്പോണൻസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെ സച്ചസ് കാൽക്കുലേറ്റർ, ട്യൂട്ടോറിയൽസ്, അങ്ങനെ ഇന്ററാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെയാണ് ഡാറ്റ ബൈൻഡിങ് ഉപയോഗിക്കുന്നത്. കുറേ ഡേറ്റയൊക്കെ, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഉള്ളപ്പോൾ ഇതിനൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ എളുപ്പത്തിന്. കാരണം ഇതൊരു ഡൈനാമിക് HTML ആണ് ഉപയോഗിക്കുന്നത്, കോംപ്ലക്സ് സ്ക്രിപ്റ്റിംഗ് ഒന്നും ആവശ്യമില്ല. സാധാരണയായിട്ട് ആംഗുലാർ ടു-വേ ബൈൻഡിങ് എന്ന് പറയുന്നൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ടു-വേ ബൈൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു UIയിൽ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ UI സ്റ്റേറ്റ് റിഫ്ലെക്ട്സ് എനി ചേഞ്ച് ഇൻ ദ മോഡൽ സ്റ്റേറ്റ്. UIയിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മോഡൽ സ്റ്റേറ്റിലും വരും. അതുകൊണ്ടാണ് ടു-വേ ബൈൻഡിങ് ആവുന്നത്. UI സ്റ്റേറ്റിൽ ചേഞ്ച് വരുന്നത് മോഡൽ സ്റ്റേറ്റിലും റിഫ്ലക്റ്റ് ആവും. ഈ ഫീച്ചർ ആണ് ഫ്രെയിം വർക്കിനെ ഡോം ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്.
ഇപ്പൊ എന്താ പറയുക, this feature enables the framework to connect the DOM to the model data through the controller. ആദ്യം പറഞ്ഞ ഡോക്യുമെന്റ് മോഡൽ ഉണ്ടല്ലോ, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡല്, ഈ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡലും മോഡൽ ഡേറ്റയും അത് തമ്മിൽ കണക്ട് ചെയ്യാൻ കൺട്രോളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യുന്നത് ടു വേ ബൈൻഡിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഐയിൽ എന്ത് വ്യത്യാസം വരുത്തിയാലും അത് മോഡലിലും മാറ്റം വരും. അടുത്തത് ടെസ്റ്റിംഗ് ആണ്. ജാസ്മിൻ കർമ്മ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ജാസ്മിൻ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ് ഉപയോഗിക്കുന്നത്. ജാസ്മിൻ ഫ്രെയിംവർക്ക് മൾട്ടിപ്പിൾ ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കർമ്മയാണ് കർമ്മ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് റണ്ണറാണ്. ടെസ്റ്റ് നമ്മൾ റണ്ണറായിട്ട് ഈ ടെസ്റ്റുകൾ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായി. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെസ്റ്റിംഗ് എന്താണ്, ഡേറ്റ ബൈൻഡിങ്, ടു വേ ടെസ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, അതുപോലെ ഡോം, മൂന്ന് മനസ്സിലായതാണ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. ആംഗുലാർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു MVC ഫ്രെയിംവർക്ക് ആണ്. മോഡൽ വ്യൂ കൺട്രോളർ ഫ്രെയിംവർക്ക് ആണ്. മോഡല് വ്യൂ കൺട്രോളർ ഒരു ഇപ്പൊ മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് 8 ബിൽഡിംഗ് ബ്ലോക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. 8 ബിൽഡിംഗ് ബ്ലോക്സിൽ ഒന്നാമത്തെ കാര്യം മൊഡ്യൂൾ ആണ്. ഒരു ആംഗുലാർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റൂട്ട് മൊഡ്യൂൾ ഉണ്ടാകും. ആ റൂട്ട് മൊഡ്യൂളിന് ആപ്പ് മൊഡ്യൂൾ എന്ന് പറയും. അതാണ് ബൂട്ട്സ്ട്രാപ്പ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആപ്പ് മൊഡ്യൂൾ ആയിരിക്കും ആപ്ലിക്കേഷനെ ലോഞ്ച് ചെയ്യുന്ന ബൂട്ട്സ്ട്രാപ്പ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത് കമ്പോണൻസ്. കമ്പോണൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഒരു ആപ്ലിക്കേഷന്റെ മൊഡ്യൂൾ ഉണ്ടാകും, അത് ബൂട്ട്സ്ട്രാപ്പ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യും. കമ്പോണൻസ് ഉണ്ടാകും. കമ്പോണന്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ആപ്ലിക്കേഷന്റെ ലോജിക്കും അതിന്റെ ഡേറ്റയും ഇരിക്കുന്നത് കമ്പോണന്റിലായിരിക്കും. കമ്പോണന്റിലേക്കും ലോജിക്കും ഡേറ്റ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെറ്റാഡേറ്റ ഉണ്ട്, സർവീസ് ഉണ്ട്, ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ ഉണ്ട്, അങ്ങനെയും വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, മൊഡ്യൂൾ എന്ന് പറയുന്നത് അതിന്റെ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആപ്പ് മൊഡ്യൂൾ ആയിരിക്കും. അതാണ് റൂട്ട് മൊഡ്യൂൾ. കമ്പോണന്റ് എന്ന് പറയുന്നത് ലോജിക്കും ഡേറ്റയും ഇരിക്കുന്ന ക്ലാസ് ആയിരിക്കും. ലോജിക്കും ഡേറ്റ ഇരിക്കുന്നത് കമ്പോണന്റിലായിരിക്കും. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ടെംപ്ലേറ്റ് ആണ്. ആംഗുലാർ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് അത് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആംഗുലാർ മാർക്കപ്പ് വിത്ത് HTML to modify HTML elements before they are displayed. അപ്പോൾ ഇതിന്റെ രണ്ട് തരത്തിൽ നമുക്ക് ബൈൻഡിങ് നടത്താറുണ്ട്. 2 types of data binding, event binding, property binding. event binding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റേനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പ് യൂസർ ഇൻപുട്ടുമായിട്ട് റെസ്പോണ്ട് ചെയ്തു. അതാണ് ഇവന്റ് ബൈൻഡിങ്. Let's your app respond to user input in the target environment by updating your application data. അതാണ് ഇവന്റ് ബൈൻഡിങ്. നമ്മുടെ ആപ്ലിക്കേഷൻ എന്നുള്ള ഡേറ്റേനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഇൻപുട്ട് ടാർഗറ്റ് എൻവയോൺമെന്റിന്റെ
ടാർഗറ്റ് എൻവയോൺമെന്റിലെ യൂസർ ഇൻപുട്ടുമായിട്ട് ആപ്പ് റെസ്പോണ്ട് ആകുമെങ്കിൽ അതാണ് ഇവന്റ് ബൈൻഡിങ്. മനസ്സിലായോ? നമ്മൾ ആപ്ലിക്കേഷനിൽ ഡേറ്റേനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പ് യൂസർ എന്തിലെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുമെങ്കിൽ അത് ഇവന്റ് ബൈൻഡിങ്. പ്രോപ്പർട്ടി ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റയിൽ നമ്മൾ എന്തിലെങ്കിലും ഡേറ്റയിലെടുത്ത് HTML-ലേക്ക് കൊടുത്താൽ അതിനെ ഇന്റർപോളേറ്റ് ചെയ്യാൻ വന്നാൽ അത് പ്രോപ്പർട്ടി ബൈൻഡിങ്. enables user to interpolate values that are computed from your application data into HTML. അതാണ് രണ്ട് തരത്തിലുള്ള ബൈൻഡിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് എന്താണ്? മെറ്റാഡാറ്റ. മെറ്റാഡാറ്റ tells Angular how to process a class. It is used to decorate the class so that it can configure the accepted behavior of a class. എങ്ങനെ ഒരു ക്ലാസ്സിനെ പ്രോസസ് ചെയ്യാന്നാണ് മെറ്റാഡാറ്റ പറയുന്നത്. പിന്നെ ഇതിന് സർവീസുകളുണ്ട്. നമുക്ക് ഡേറ്റയുണ്ട്, ലോജിക്കും കമ്പോണന്റ് ഉണ്ട്. പക്ഷെ ഇതൊന്നും വ്യൂ ആയിട്ട് അസോസിയേറ്റഡ് അല്ല. ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം കമ്പോണൻസിലേക്ക്. അപ്പോൾ ഒരു സർവീസ് ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ. ദ ക്ലാസ് എന്ന് പറയുന്നത് ഈ സർവീസ് ക്ലാസ് എപ്പോഴും അസോസിയേറ്റഡ് വിത്ത് ഇൻജെക്റ്റബിൾ ഡെക്കറേറ്റർ ആയിരിക്കും. നമ്മുടെ കമ്പോണൻസിലെ ഈ ഡേറ്റയും ലോജിക്കും ഒക്കെ വ്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നത് സർവീസ് ആണ്. എന്താണ് കമ്പോണന്റ്, എന്താണ് മെറ്റാഡാറ്റ, എന്താണ് പ്രോപ്പർട്ടി ബൈൻഡിങ്, എന്താണ് ഡേറ്റ ബൈൻഡിങ്, എന്താണ് ഇവന്റ് ബൈൻഡിങ്, എന്താണ് മെറ്റാഡാറ്റ എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത് എന്താണ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ. ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പോണന്റ് ക്ലാസ്സുകളെ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ സർവീസിന് ആ ടാസ്ക് ഒക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ. അല്ലാണ്ട് സ്വന്തമായിട്ട് പോയി ഡാറ്റ എടുത്ത് സെർവറിൽ നിന്ന് ഡാറ്റ എടുക്കും, ഡാറ്റനെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. കുറേ സർവീസുകൾക്ക് പരിപാടിയൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ. ഇനി എന്താ ഒരു സാധനം പറയാനുള്ളത് ആംഗുലാർ ജെയിൻസിന്റെ ഡയറക്റ്റീവ്സിനെ കുറിച്ചാണ്. ആംഗുലാർ ജെയിൻസ് ഡയറക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്ന്, അതിന് NG എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം സാമ്പിൾ ആയിട്ട് ഇപ്പം NG മോഡൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. NG മോഡൽ ഒരു ഡയറക്റ്റീവ് ആണ്. NG മോഡൽ ഡയറക്റ്റീവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു HTML കൺട്രോളിലെ വാല്യൂസ് ആംഗുലാർ JS എക്സ്പ്രഷന്റെ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്യും. വാല്യൂ തമ്മിൽ എന്ത് ചെയ്യുക, ഒരു ബൈൻഡ് ചെയ്യാനായിട്ടാണ് NG മോഡൽ ഉപയോഗിക്കുന്നത്. HTML-ലെ വാല്യൂ JS-ലെ വാല്യൂ തമ്മിൽ എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യാനാണ് NG മോഡൽ ഉപയോഗിക്കുന്നത്. വേറൊരു സാധനം NG ബൈൻഡ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, BND ബൈൻഡ്. ഈ ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ബൈൻഡ് ചെയ്യുക NG മോഡല് HTML കൺട്രോളിലെയും ആംഗുലാർ JS-ലെയും വാല്യൂസ്. പിന്നെ ബൈൻഡ് എന്ന് പറയുന്ന സാധനം HTML കൺട്രോളിലെ വാല്യൂ സ്പെസിഫൈഡ് ആംഗുലാർ JS എക്സ്പ്രഷൻ വാല്യൂ HTML കൺട്രോളിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യും. അതാണ് NG ബൈൻഡ്. ഓക്കെ, അതാണ് ഡയറക്റ്റീവ്സ്. NG വെച്ച് തുടങ്ങണം, നോക്കിയാൽ മതി. അപ്പൊ എന്തിനാണ് ഡയറക്റ്റീവ്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടി യൂസ് സിൻടാക്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ഓഫ് ആംഗുലാർ. ഒന്ന് കസ്റ്റം കമ്പോണൻസ് ആണ്, സ്വന്തമായിട്ട് their own കമ്പോണൻസ് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് ഡേറ്റ ബൈൻഡിങ് ആണ്.
അതിന് എഫോർട്ട്ലെസ്ലി ഡാറ്റയെ ജാവാസ്ക്രിപ്റ്റ് കോഡിൽ നിന്ന് വ്യൂയിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് മോഡുലാർ സർവീസസ് റൈറ്റ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. ടെസ്റ്റിംഗ് ആണ് അടുത്ത ഫീച്ചർ. എവറി പാർട്ട് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കോംപ്രിഹെൻസീവ് ആണിത്, കാരണം ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫ്രെയിംവർക്ക് ആണ്. ഔട്ട് ഓഫ് ബോക്സ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ബ്രൗസർ കോമ്പാറ്റബിലിറ്റി എളുപ്പത്തിലുണ്ട്. ക്രോസ് പ്ലാറ്റ്ഫോം ആണ് ആംഗുലാർ. മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിന് അത് കോമ്പാക്റ്റബിൾ ആണ്. ഇനി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീപ്പ് ലേണിംഗ് കർവ്. Basic components of Angular that all users should know include directives, modules, decorators, components, services, dependency injection, types, and templates. More advanced topics include change detection, sounds, AOT, compilation, RJX. For beginners, Angular 4 may be challenging to learn because it is complete framework. കുറച്ച് ഒത്തിരി പാടാണ് ആംഗുലാർ, പഠിക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയുന്നത് സ്റ്റീപ്പ് ലേണിംഗ് കർവ്. പിന്നെ ലിമിറ്റഡ് SEO ഓപ്ഷൻസ് ആണ്. സെർച്ച് എഞ്ചിൻ ക്രൗളേഴ്സിന്റെ ആക്സസിബിലിറ്റി കുറവാണ്. പിന്നെ മൈഗ്രേഷൻ. വൺ ഓഫ് ദ റീസൺ വൈ കമ്പനീസ് ഡു നോട്ട് ഫ്രീക്വൻലി യൂസ് ആംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോർട്ടിംഗ് ലെഗസി തന്നെയാണ്. കാരണം ഇച്ചിരി ട്രബിൾസം ആണ് ടു അപ്ഗ്രേഡ് ചെയ്യാം അതിന്റെ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന കാരണം. പിന്നെ വെർബോസ് ആൻഡ് കോംപ്ലെക്സ്. ഒരു കോമൺ ഫീച്ചർ ഇൻ ആംഗുലർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വെർബോസിറ്റി ആണ്. കോംപ്ലെക്സ് ആണിത്. അടുത്ത ആംഗുലാറും ആംഗുലാർ JS തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ തൊട്ട് പഠിച്ചു ആംഗുലാർ ഇസ് എ catch-all term of every version of framework, while Angular JS is the initial Angular version reading. Although it's over 10 years old, Angular JS is not obsolete. It still finds a lot of use in developing smaller applications. Here's മനസ്സിലായോ? അതിപ്പോഴും ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മോഡൽ വ്യൂ ആർക്കിടെക്ചർ ഡിസൈനും പിന്നെ ജാവാസ്ക്രിപ്റ്റിലുള്ള അതിന്റെ സപ്പോർട്ടും മറ്റൊന്ന് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണല്ലോ, അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഓക്കെ. പിന്നെ ഗൂഗിള്, ഫോബ്സ്, നൈക്ക, HBO, സോണി എല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.